ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താന്ന്. അതെ, തലയ്ക്ക് ഭ്രാന്ത് തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് മുതലാക്കാൻ തന്നെ ചെയ്യണം കേട്ടോ. നന്നുവിനാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു കാർട്ടൂണിൽ ഇതേപോലെ തത്തേനെ തോളിൽ വെക്കണത് കണ്ടിട്ട് അവൻ അന്നോട്ട് തുടങ്ങിയതാണ് കേട്ടോ തത്തേനെ തോളിൽ വെക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അവൻ മെയിനായിട്ട് വന്നത്. എല്ലാ തത്തകളെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഫീഡ് ചെയ്യാനാണെങ്കിൽ ഞങ്ങളതിൽ തന്നത് ആപ്പിളാണ് കേട്ടോ. നിയോൺസയുടെ തലയിലടക്കണം കേട്ടോ തത്ത വന്നിരിക്കേണ്ടായത്. നമ്മൾ അനങ്ങാതെ നിന്ന് കൊടുത്താൽ മതി കേട്ടോ. ആ തത്തകൾ ആപ്പിൾ കഴിച്ച് തിരിച്ചു പൊക്കോളൂ കേട്ടോ. ഇങ്ങനെയൊന്നും ഒരു സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അടുത്തൊരു സാധനത്തിന് ഞാൻ എന്തായാലും വെക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യുമ്മ ഓന്താണ് കേട്ടോ. പക്ഷെ അറിഞ്ഞിടത്തോളം അതൊരു പാവം ജീവിയായിരുന്നു കേട്ടോ. ആർക്കൊരു ശല്യമില്ലാത്ത രീതിയിലാണ് കേട്ടോ അവരിരിക്കേണ്ടായത്. പിന്നെ നമ്മൾ കൂട്ടിലല്ലാണ്ട് തന്നെ പുറത്ത് അവർ തത്തനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നിർത്തണ്ടായിരുന്നു കേട്ടോ. ഇവർക്കൊന്നും ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കയ്യുമ്മ ഇരുന്നോളും. എനിക്കിതിനെ വെക്കാനായിട്ട് ഇവരത്രയും പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ തത്തകളൊക്കെ എത്രത്തോളം അനുസരണമുള്ളതാണെന്നറിയോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന മീനുകൾക്ക് തന്നെ വീണ്ടും ഫീഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ മീനുകളോട് ഇങ്ങനെ കുശലം ചോദിച്ച് വെള്ളത്തിൽ കൈയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിലാണെങ്കിൽ ഏറ്റവും അടിയിലൊരു സക്കറും കിടക്കണ്ടായിട്ടാ. പിന്നെ ഏത് പാർക്കിൽ പോയാലും ഞങ്ങൾ മുതുക്കികളായിട്ടുള്ള അമ്മമാർക്ക് കയറാൻ പറ്റാറില്ല കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എല്ലാവരും കയറണമുണ്ട്, എല്ലാവരും ഊഞ്ഞാലിടണമുണ്ട്, ഇഴുകണമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങളും കുറേ നേരം ഇരുന്ന് ആടിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ കടലിൻ്റെ അവിടെ പോയി കുറച്ച് റീൽസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ യാത്ര.